നമസ്കാരം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഒരു കലാകാരൻ കണ്ണൻ കെ പൊയിലൂർ നേരിട്ട ഒരു ഓൺലൈൻ ആക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ പറ്റില്ല, അല്ലേ? ഡിജിറ്റൽ ലോകത്ത് ഇത് പലരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായും അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു ഡീപ്പ് ഡൈവിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം നെഗറ്റീവ് അനുഭവങ്ങളെ, ഈ അധിക്ഷേപങ്ങളെയൊക്കെ എങ്ങനെ ഒരു കലാകാരന് അല്ലെങ്കിൽ ആർക്കും അന്തസ്സോടെ ക്രിയാത്മകമായി നേരിടാം എന്നതാണ്. അതെ, വെറുമൊരു പ്രതിരോധം എന്നതിലുപരി ഒരു പ്രതികരണത്തെ തന്നെ ഒരു കലാസൃഷ്ടി പോലെ എങ്ങനെ മാറ്റാം, അല്ലേ? അതെ അതെ, അതാണ് നമ്മുടെ അന്വേഷണം. കൊള്ളാം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഡിജിറ്റൽ ലോകത്തിന്റെ ഒരു സ്വഭാവം, പ്രശംസ കിട്ടുന്ന അതേ എളുപ്പത്തിൽ തന്നെ ചിലപ്പോൾ അതിലും വേഗത്തിൽ അധിക്ഷേപങ്ങളും വരും. കണ്ണന്റെ അനുഭവം അതുതന്നെയാണല്ലോ കാണിക്കുന്നത്. ശരിയാ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഒരു രീതി അങ്ങനെയാണ്. അവിടെ പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണങ്ങൾക്കാണ് പലപ്പോഴും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത്. അതെ അതെ, ആ ഒരു സൂക്ഷ്മത നഷ്ടപ്പെടും. അപ്പോ ചിലപ്പോ ഈ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള കഴിവ്, നമ്മൾ ഈ പറയുന്ന ഇമോഷണൽ ഇന്റലിജൻസ്, അതുപോലും ചിലപ്പോൾ കുറഞ്ഞു പോവാം. നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ ഒരു ടെൻഡൻസി വരും. അപ്പോൾ റിപ്പോർട്ടിൽ പറയുന്ന ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉടനടി പ്രതികരിക്കരുത്, പിന്നീട് ഖേദിക്കും. ആ ഒരു നിമിഷം ഒന്ന് നിർത്തി ചിന്തിക്കുന്നത് ആ ഒരു വൈകാരികമായ ഒരു ഒഴുക്കിൽ പെടാതിരിക്കാൻ സഹായിക്കും, അല്ലേ? തീർച്ചയായും.